ഇന്നുണ്ടല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പഴം പുഴുങ്ങിയതും അവലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചതാണ്, നല്ലൊരു സ്ട്രോങ് ചായ ഒക്കെ കുടിച്ച് ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കിച്ചണിക്ക് പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒരു കടായി പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ ആദ്യം വെളിച്ചെണ്ണയിൽ തിരിച്ചും മറിച്ചൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ ഉള്ളിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ അടിപൊളി മണമാണ് അല്ലേ. അങ്ങനെ അത് അവിടെ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. നീനുട്ടി ഇന്ന് പോവുകയാണ്. ഉള്ള 2 ദിവസം ലീവൊക്കെ കഴിഞ്ഞ് പോവുമായതുകൊണ്ടൊക്കെ ഇന്ന് എന്താണ് ഫുഡ് വേണ്ടതെന്ന് ഞാൻ ഓള ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് നോമ്പിന് വാങ്ങിയ കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ അരി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒരു ഉടായിപ്പ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുപ്പത്ത് നിന്ന് വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു 2 മുട്ട കുരുമുളക് ഉപ്പിട്ടെടുത്തിട്ട് ചിക്കിയാക്കി ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബീൻസും ഇല്ല കേട്ടോ. പക്ഷേ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. പിന്നെ രാവിലെ തന്നെ വെള്ളിയാഴ്ചയും കൂടിയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഓടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഓയിലൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പം അധികം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആ മുട്ടയും ചിക്കൻ ചെറുതാക്കി പൊരിച്ചതും ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഭംഗി കൂട്ടിയെടുത്തിട്ടുണ്ട്. പോരാത്തി നമ്മൾ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോയാ സോസ് ഒഴിക്കുമ്പോൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ നല്ലൊരു മണക്ക് വന്നു. പിന്നെ ഞാൻ കുറേശ്ശെ ചോറൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തു. ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാനത് ചിക്കൻ കടായി അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീനും അപ്പോഴേക്കും റെഡി ആയതാണ്, സെറ്റായിട്ടുണ്ട്. ഉള്ള മുഖത്ത് മേക്കപ്പ് സാധനം കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഫുഡ് അയച്ചിട്ട് മേക്കപ്പൊക്കെ ഇടാം എന്ന് കരുതി. അങ്ങനെ ഞാൻ ഓക്ക് ഫുഡ് വാരി കൊടുത്തു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഓക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് ഉമ്മമാരെ ഫുഡ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവില്ല, അല്ലാതെ ടേസ്റ്റ് ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല, ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അതിക്ക് ഞാൻ വാരി കൊടുക്കുകകൂടി ചെയ്താൽ ഓള് ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഉള്ളത് അവിടെ ചെറിയ രീതിയിൽ മാറ്റുന്നുണ്ട്. കാരണം ഓക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും യൂണിഫോമൊക്കെ ഇടുമ്പോൾ എന്തായാലും ഒന്ന് ഡ്രസ്സ് മേക്കപ്പൊക്കെ ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ചെറിയൊരു ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ കിട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിപ്പിച്ചു. പിന്നെ അതിൻ്റെ ചുവയൊക്കെ മാറ്റാനായിട്ട് ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുത്തു. കോഫി ഉണ്ടാക്കി മെനക്കെട്ട് ഉണ്ടാക്കിയതൊന്നും ഓൾ നോക്കിയില്ല കേട്ടോ. ഓള് പകുതി കുടിച്ചിട്ട് എനിക്ക് തന്നു, ബാക്കി ഇമ്മച്ചി കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ബാക്കി കുടിച്ചത്. അങ്ങനെ പാക്ക് ചെയ്ത ബാഗും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസം ലീവിന് വന്ന് ഓള് കിടന്നുറങ്ങി അത് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോണത്. പക്ഷേ 2 ദിവസം നിൽക്കുമ്പോൾ പിന്നെ പോകുമ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ടെൻഷനാണ് കേട്ടോ. പക്ഷെ രണ്ടാളും അത് മുഖത്ത് കാണിക്കൂല. എന്തായാലും എല്ലാതും കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്നും കൂടി ഉറപ്പ് വരുത്തി എൻ്റെ ഹസ്ബൻഡോളെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ.